ഒരാൾക്ക് ചെറുപ്പത്തിൽ കുറേ നിസ്കാരങ്ങൾ കളായി പോയിട്ടുണ്ട്. അത് എത്രയാണ് എന്ന് അതിൻ്റെ കൃത്യമായ കണക്കൊന്നും പിടുത്തമില്ല. എന്നാൽ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരം കളാ ഉള്ള ആളുകൾ, മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. അവൻ്റെ സമയത്തിൽ നിന്ന് വളരെ അത്യാവശ്യമായി ചെലവഴിക്കേണ്ട സമയം കഴിച്ച് ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും ആ കളായിപ്പോയ നിസ്കാരങ്ങൾ കളാ വീട്ടാൻ വേണ്ടി ചെലവഴിക്കണം. അതുകൊണ്ട് തന്നെ ആ നിസ്കാരം കളാ വീട്ടലല്ലാത്ത മറ്റുള്ള ഏത് പ്രവർത്തനങ്ങളുമായി, അത്യാവശ്യമായ പരിപാടികളല്ലാത്ത അത്യാവശ്യമായ ജോലി, അതുപോലെ മലമൂത്ര വിസർജനം നടത്തുക, ഭക്ഷണം കഴിക്കുക, ഇതുപോലത്തെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാത്ത ബാക്കിയുള്ള സമയം മുഴുവനും നിസ്കാരം കളാ വീട്ടാൻ വേണ്ടി ചെലവഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫുഖഹാക്കൾ മുഴുവനും അവരുടെ കിതാബ് രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, സുഹൃത്തുക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിസ്കാരം കളാ ഉള്ളവർ കഴിവിൻ്റെ പരമാവധി നിസ്കാരങ്ങൾ, എപ്പോഴൊക്കെ സമയങ്ങൾ ഒഴിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുവോ ആ കിട്ടുന്ന സമയങ്ങളൊക്കെ നിസ്കാരം കളാ ആക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാർക്കുള്ളൊരു ചോദ്യമാണ്, ഞങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ വിവരമില്ലാത്തത് കൊണ്ട്, അശ്രദ്ധയായതുകൊണ്ട് കുറേ നിസ്കാരങ്ങൾ കളായി പോയിട്ടുണ്ട്. ആ നിസ്കാരങ്ങൾ എന്ത് ചെയ്യണമെന്ന് അതിന് പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾക്ക് നിസ്കാരങ്ങൾ കുറേ കളായിട്ടുണ്ട്, എത്രയാണ് എന്ന് കൃത്യത ഇല്ല എങ്കിൽ അവൻ്റെ ആ കാലഘട്ടങ്ങളിൽ ഏകദേശം സാധ്യതയുള്ളിടത്തോളം കണക്ക് കൂട്ടി സൂക്ഷ്മത കാണിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നിസ്കാരങ്ങൾ കളാ വീട്ടണമെന്നാണ്. അപ്പോൾ ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്, എനിക്ക് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു, ഒരു 8ാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരുപാട് നിസ്കാരങ്ങൾ കളായിട്ടുണ്ട്. എത്രയെന്ന് കൃത്യതയില്ല, എന്നാലും ഏകദേശമൊക്കെ നമ്മൾ എത്ര കാലം നിസ്കരിക്കാതിരുന്നിട്ടുണ്ട്, ആ ഒരു ഏകദേശ കണക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ കഴിവിൻ്റെ പരമാവധി കളാ വീട്ടുക. എന്നിട്ട് ബാക്കിയുള്ളത് അള്ളാഹുവിനോട് പറയുക, അള്ളാഹുവേ, എൻ്റെ അറിവനുസരിച്ച് ഞാൻ കഴിവിൻ്റെ പരമാവധി നിസ്കാരങ്ങൾ കളാ വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് പറയുക. അതോടുകൂടെ സുന്നത്ത് നിസ്കാരങ്ങൾ പിന്നീട് നന്നായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അത് നിസ്കാരം കളാ വീട്ടിയതിന് ശേഷമാണ് ചെയ്യേണ്ടത്. നിസ്കാരം കളാ വീട്ടാതെ കുറേ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചത് കൊണ്ട് ഈ കളായി പോയ നിസ്കാരങ്ങൾ പരിഹരിക്കപ്പെടില്ല. അതേസമയം അറിയാതെയൊക്കെ വന്നു പോകുന്ന നിസ്കാരങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന നിസ്കാരങ്ങൾ, അതൊക്കെ അറിയാതെ വല്ലതുമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാനാണ് സുന്നത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുക. അപ്പോൾ ആ സുന്നത്തുകൾ കാരണമായിട്ട്